ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് പ്രമോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രേവതിയുടെ അമ്മയും അനുജത്തിയും ശരത്തും ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകാനിറങ്ങുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ ഇന്ന് ഈ ഗിഫ്റ്റുമായി ഇവിടെ വന്നതെന്ന് സച്ചി ചോദിക്കുന്നു. ശരത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഇനിയെങ്കിലും നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുക്കും. പെട്ടെന്ന് രേവതി ഇറങ്ങി വരുന്നതോടെ സച്ചി വിഷയം മാറ്റുന്നു. പിന്നീട് അടുക്കളയിൽ വിഷമിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയോട് ശ്രുതി എന്താ അമ്മ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കും. അല്ല, രേവതിയുടെ അമ്മ എന്ത് സന്തോഷത്തോടെയാണ് തിരിച്ചു പോയതെന്ന് പറയുകയും അപ്പോൾ ശ്രുതി പറയുന്നു വിവാഹ വാർഷികം സന്തോഷമായി ആഘോഷിച്ചതുകൊണ്ടായിരിക്കുമെന്ന്. പെട്ടെന്ന് അച്ഛമ്മ സച്ചിയെയും രേവതിയെയും വിളിച്ച് ദൃഷ്ടിദോഷം അകറ്റണമെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി എല്ലാവർക്കും ദൃഷ്ടി ഒഴിയണമെന്ന് പറയും. ഇവരുടെ വിവാഹ വാർഷികമല്ലേ, പിന്നെ എല്ലാവർക്കും എന്തിനാ എന്ന് ചോദിക്കുന്നു. പിന്നീട് എല്ലാവരും വന്നു നിൽക്കാൻ അച്ഛമ്മ തന്നെ പറയുന്നു. പിന്നീട് രവീന്ദ്രന് സച്ചിയോടും രേവതിയോടും മുറിയിൽ പോയി ഉറങ്ങിക്കൊള്ളാൻ പറയുന്നു. ശ്രുതിയും അവരുടെ മുറിയിലേക്ക് പെട്ടെന്ന് പോകുന്നു. ശ്രീകാന്ത് ഏട്ടൻ ഞങ്ങളുടെ മുറിയിൽ കിടന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നു, വർഷയെപ്പോലെയാണോ രേവതി? വർഷ വലിയ വീട്ടിൽ പിറന്ന കുട്ടിയല്ലേ, അവൾ എങ്ങനെയാ ടെറസിൽ പോയി കിടക്കുന്നതെന്ന്. വർഷ അപ്പോൾ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അമ്മയെന്ന് പറയുന്നു. അപ്പോൾ സച്ചി അയ്യോ, ഞങ്ങൾക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും സഹിക്കണ്ടെന്ന് പറയുന്നു. പിന്നീട് വർഷ രേവതിയെയും വിളിച്ചുകൊണ്ട് അവരുടെ റൂമിലേക്ക് പോകുന്നു. അയ്യോ, ഇതെന്തെന്ന് രേവതി ചോദിച്ചപ്പോൾ വർഷ പറയുന്നു, പണ്ട് ഞങ്ങള് ടെറസിൽ കിടക്കാൻ ഉപയോഗിച്ച. അങ്ങനെ സച്ചിയും രേവതിയും ടെന്റൊക്കെ കെട്ടി ടെറസിൽ കിടക്കാൻ ഒരുങ്ങുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി, നമസ്കാരം.